പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ആഗസ്റ്റ് 29 ഞായർ. പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒരു മാസത്തിനകം കോവിഡ് വാക്സിൻ ലഭ്യമാക്കും. 70% ആളുകളും ഇതിനകം വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത മാസത്തോടെ കുത്തിവയ്പ് 100% ആകുമെന്നതാണ് പ്രതീക്ഷയെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. കോവിഡിന്റെ പുതിയ വകഭേദം സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ കാര്യങ്ങൾ കുവൈറ്റ് നിരീക്ഷിച്ചു വരികയാണ്. ഡെൽറ്റ പ്ലസ്, വിറ്റ തുടങ്ങിയ വകഭേദങ്ങൾ ചില രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് വകഭേദത്തിന്റെ വ്യാപനം തടയാൻ വിമാനത്താവളം അടച്ചിടുന്നതുപോലെ കടുത്ത നടപടികൾ ആവശ്യമായി വന്നാൽ അതും ആലോചിക്കും. 16 വയസ്സിൽ താഴെയുള്ള വിദേശികളായ കുട്ടികൾക്ക് കുത്തിവയ്പ് നടത്താതെ തന്നെ രക്ഷിതാക്കൾക്കൊപ്പം കുവൈറ്റിൽ പ്രവേശിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുന്നു. ഏഷ്യൻ സ്കൂളുകൾ ഒഴികെയുള്ളവയാണ് വേനലവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ബ്ലൻഡ് ലേണിംഗ് സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. 50% കുട്ടികൾ സ്കൂളുകളിലും ബാക്കി 50% കുട്ടികൾ ഓൺലൈനിലുമാണ് ക്ലാസുകളിൽ പങ്കെടുക്കുക. ഖത്തറിൽ 94% അധ്യാപകേതര ജീവനക്കാർ കോവിഡ് വാക്സിനേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ 12 മുതൽ 15 വയസ്സ് വരെയുള്ളവരിൽ 48.71%, 16 മുതൽ 18 വയസ്സ് വരെയുള്ളവരിൽ 63.17% വാക്സിനേഷൻ പൂർത്തീകരിച്ചവരാണ്. പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായി 530 പുതിയ അധ്യാപകരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ 416 പേരെ പ്രാദേശികമായും 114 പേരെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നതിന് 2150 ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് വിഭാഗം പ്രത്യേകം പെട്രോളിംഗ് ഏർപ്പെടുത്തും. സുരക്ഷാ കാരണങ്ങളാൽ സ്കൂളുകൾ കാന്റീൻ പ്രവർത്തിക്കില്ല. വിദ്യാർത്ഥികൾ ടിഫിൻ വീടുകളിൽ നിന്നും കൊണ്ടുവരണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. സൗദിയിൽ സന്ദർശന വിസയിൽ വരുന്നവർക്ക് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസുകളും സൗദിയിൽ അംഗീകാരമുള്ള വിദേശ ലൈസൻസുകളും ഉപയോഗിച്ച് വാഹനം ഓടിക്കാമെന്ന് സൗദി ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ പ്രവേശിച്ച് പരമാവധി 1 വർഷം വരെയോ ലൈസൻസ് കാലാവധി അവസാനിക്കുന്നതുവരെയോ വിസിറ്റിംഗ് വിസക്കാർക്ക് ഈ രീതിയിൽ വിദേശ അന്താരാഷ്ട്ര ലൈസൻസുകൾ ഉപയോഗിച്ച് രാജ്യത്തെ റോഡുകളിൽ വാഹനം ഓടിക്കുവാൻ അനുമതിയുണ്ട്. സൗദിയിൽ സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ അനുമതിയില്ല. തൊഴിൽ വിസയുള്ള റെസിഡൻസ് പെർമിറ്റ് ഉള്ള വിദേശികൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുത്ത് ലൈസൻസ് നേടാൻ കഴിയൂ. അതിന് 10 ദിവസം അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളിൽ പോവുകയും വേണം. അതുകൊണ്ടാണ് സന്ദർശന വിസയിൽ എത്തുന്നവരുടെ കയ്യിൽ വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് അനുവദിക്കുന്നത്. അബുദാബിയിൽ ഹെൽത്ത് സർവീസ് കമ്പനിയായ സെഹ അലൈനിലെ അൽ അമേറിയിൽ പുതിയ ഡ്രൈവ് ത്രൂ കോവിഡ് പരിശോധന കേന്ദ്രം ആരംഭിച്ചു. 4 പാതകളോടെയുള്ള കേന്ദ്രത്തിൽ ഒരു പാതയിൽ വാക്സിനേഷനും 3 പാതകളിൽ PCR, DPI, ലേസർ അധിഷ്ഠിത പരിശോധനകൾക്കുള്ള സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 100 പേർക്ക് വാക്സിനേഷൻ നൽകാൻ പറ്റും. 800 PCR ലേസർ ടെസ്റ്റുകൾക്കും ഈ കേന്ദ്രത്തിൽ സൗകര്യമുണ്ടാകും. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളി രാവിലെ 10 മുതൽ രാത്രി 8 വരെയും വാക്സിനേഷനും പരിശോധനയ്ക്കും സൗകര്യമുണ്ട്. അലൈനിൽ നഗരത്തിൽ ഇതോടെ മൊത്തം ഡ്രൈവ് ത്രൂ കോവിഡ് കേന്ദ്രങ്ങളുടെ എണ്ണം 4 ആയി. രാജ്യത്തുടനീളം 25 ഡ്രൈവ് ത്രൂ കോവിഡ് സേവന കേന്ദ്രങ്ങളാണ് സഹയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. വാക്സിനേഷൻ സ്വീകരിക്കാനോ കോവിഡ് പരിശോധന നടത്താനോ ആഗ്രഹിക്കുന്ന ആർക്കും സഹയുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് രോഗമുക്തി നിരക്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ കുവൈറ്റ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. GCC ഹെൽത്ത് കൗൺസിൽ പുറത്തുവിട്ട ഇൻഡെക്സിൽ 98.6% കുവൈറ്റിന്റെ രോഗമുക്തി നിരക്ക്. ബഹ്റിനാണ് ഏറ്റവും കൂടുതൽ രോഗമുക്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 99.1% ബഹ്റിന്റെ കോവിഡ് രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ ആഴ്ച വരെ പട്ടികയിൽ 3ാമതായിരുന്ന കുവൈറ്റ് ഖത്തറിനെ പിന്തള്ളിയാണ് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഖത്തറിന്റെ രോഗമുക്തി 98.5%. 97.7% രോഗമുക്തിയോടെയാണ് 4ാം സ്ഥാനത്തുള്ള UAEയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 97.7% എന്ന നിരക്കിൽ സൗദി 5ാം സ്ഥാനത്തും 96.4%വുമായി ഒമാൻ 6ാം സ്ഥാനത്തുമാണ്. അതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് സാഹചര്യം ഏറെ മെച്ചപ്പെട്ടതായി കുവൈറ്റ് കൊറോണ എമർജൻസി കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ ഖാലിദ് സുലൈമാൻ അൽ ജാറുല്ല അഭിപ്രായപ്പെട്ടു. തുടർച്ചയായ 4ാം ആഴ്ചയും രോഗവ്യാപന നിരക്ക് കുറയുകയും രോഗമുക്തി നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം രോഗസ്ഥിരീകരണ നിരക്ക് 1.16% കുറഞ്ഞിരിക്കുന്നു.
കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കണമെന്ന വ്യോമയാന വകുപ്പിന്റെ അഭ്യർത്ഥനയിൽ മന്ത്രിസഭയുടെ അനുകൂല നിലപാട് കാത്ത പ്രവാസികൾ ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു ദിവസത്തെ പരമാവധി ഇൻകമിംഗ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതാണ്. നിലവിൽ 7,500 പരമാവധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യ, ഈജിപ്ത്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയാണ് കുവൈറ്റ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളിലൊന്നും നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാൻ മാതൃസഭ അനുമതി നൽകുകയും യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ വിവരിച്ച് DGCA വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർവീസ് ആരംഭിക്കുന്ന തീയതി വ്യോമയാന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഈജിപ്തിൽ നിന്നുള്ള വിമാന ഷെഡ്യൂളുകൾക്ക് അനുമതി തേടിയ കുവൈറ്റ് എയർവേസിനോട് മന്ത്രിസഭാ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനാണ് DGCA മറുപടി നൽകിയത്. കോവിഡ് എമർജൻസി കമ്മിറ്റി നിശ്ചയിച്ച നിബന്ധനകൾക്ക് അനുസൃതമായി റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നതിന് കഴിഞ്ഞയാഴ്ചയാണ് കുവൈറ്റ് മന്ത്രിസഭ അനുമതി നൽകിയത്. കേരളത്തിൽ നിന്നും സൗദിയിലേക്ക് ബുക്കിംഗ് ആരംഭിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് ഒരു വിഭാഗം ആളുകൾക്ക് നേരിട്ട് പ്രവേശനം അനുവദിച്ചതോടെയാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നെല്ലാം സർവീസുകൾ ഉണ്ടാകുമെന്നതാണ് കമ്പനി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. യാത്രക്കാർ സൗദി ഇഖാമയുള്ളവരിൽ കാലാവധിയുള്ള എക്സിറ്റ് റീ എൻട്രി വിസയുള്ളവരും സൗദിയിൽ വെച്ച് 2 ഡോസ് കോവിഡ് വാക്സിനും സ്വീകരിച്ചവരുമായിരിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. കോഴിക്കോട് നിന്ന് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്തു നിന്ന് വ്യാഴാഴ്ചകളിലും, കൊച്ചി കണ്ണൂർ വിമാനം ശനിയാഴ്ചകളിലും, കൊച്ചിയിൽ നിന്ന് തിങ്കളാഴ്ചകളിലും റിയാദിലേക്ക് സർവീസുകൾ ഉണ്ടാകും. അബുദാബിയിൽ കോവിഡ്-19 ബാധിതരുടെ പ്രതിദിന നിരക്ക് തുടർച്ചയായ 4ാം ദിവസവും 1000-ൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 998 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും 1559 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ രോഗികൾ 7,15,394 രോഗമുക്തി നേടിയവർ 7,548 ചികിത്സയിലുള്ളവർ 12,810. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതർ. ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും വാക്സിനേഷൻ വ്യാപകമായി നൽകിവരുന്നതായി അധികൃതർ പറഞ്ഞു. UAEയിൽ 3,09,312 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതായി അധികൃതർ പറഞ്ഞു. കോവിഡ്-19 പ്രോട്ടോകോൾ പിന്തുടരുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.